Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് ഗ്രേസ്. എൻ്റെ പേര് ഗ്രേസ് എന്നാണ്. ഐ ആം 34 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 34 വയസ്സായിട്ടുണ്ട്. ഐ ലിവ് അലോൺ. ഞാൻ തനിച്ചാണ് ജീവിക്കുന്നത്. ഇൻ എ സ്മോൾ അപ്പാർട്ട്മെൻറ്റ്. ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ തനിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഐ ഗോട്ട് മാരീഡ് 5 ഇയേഴ്സ് എഗോ. എഗോ എന്നാൽ മുമ്പ്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വിവാഹിതയായത്. ബട്ട് നൗ എന്നാൽ ഇപ്പോൾ ഐ ആം ഡിവോഴ്സ്ഡ്. എന്നാൽ ഇപ്പോൾ ഞാൻ വിവാഹമോചിതയാണ്. മൈ എക്സ് ഹസ്ബൻഡ്സ് നെയിം വാസ് ഡിലൻ. എക്സ് ഹസ്ബൻഡ് എന്നാൽ മുൻ ഭർത്താവ്. എൻ്റെ മുൻ ഭർത്താവിൻ്റെ പേര് ഡിലൻ എന്നായിരുന്നു. ഹി വാസ് 5 ഇയേഴ്സ് ഓൾഡർ ദാൻ മീ. അദ്ദേഹത്തിന് എന്നേക്കാൾ 5 വയസ്സ് കൂടുതലായിരുന്നു. ഡിലൻ വാസ് നോട്ട് എ ഗുഡ് ഹസ്ബൻഡ്. ഡിലൻ ഒരു നല്ല ഭർത്താവായിരുന്നില്ല. ഹി നെവർ റിയലി കെയർഡ് എബൌട്ട് മീ ഓർ അവർ ഹോം. അദ്ദേഹം ഒരിക്കലും എന്നെയോ ഞങ്ങളുടെ കുടുംബജീവിതത്തെയോ ഒരിക്കലും കാര്യമായി പരിഗണിച്ചിരുന്നില്ല. നെവർ എന്നാൽ ഒരിക്കലുമില്ല. എബൌട്ട് മീ ഓർ അവർ ഹോം ഇതിനർത്ഥം എന്നെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെയോ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ഒരിക്കലും കാര്യമായി പരിഗണിച്ചിരുന്നില്ല. ഹി വുഡ് കം ഹോം ലേറ്റ്. അദ്ദേഹം വീട്ടിലേക്ക് വൈകി വരുമായിരുന്നു. ഈറ്റ് ഡിന്നർ ആൻഡ് ഗോ ടു സ്ലീപ്പ്. ഈറ്റ് ഡിന്നർ എന്നാൽ അത്താഴം കഴിക്കുക. ഗോ ടു സ്ലീപ്പ് എന്നാൽ ഉറങ്ങാൻ പോകുക. അദ്ദേഹം വീട്ടിലേക്ക് വൈകി വരും, അത്താഴം കഴിക്കും, പിന്നെ ഉറങ്ങാൻ പോകും. ഹി വുഡ് കം ഹോം ലേറ്റ് ഇതിനർത്ഥം അദ്ദേഹം വീട്ടിലേക്ക് വൈകി വരുമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. മുമ്പ് പതിവായിട്ട് അങ്ങനെയായിരുന്നു എന്നാണ് അർത്ഥം. ഹി യൂസ് ടു ഗോ ഔട്ട്. അദ്ദേഹം പുറത്തേക്ക് പോകുമായിരുന്നു. വിത്ത് ഹിസ് ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ. യൂസ് ടു എന്നാൽ സ്ഥിരമായിട്ട് മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഇവിടെ ഇത് യൂസ്ഡ് ടു എന്നാണ് എഴുതുമെങ്കിലും യൂസ് ടു എന്നാണ് വായിക്കുക. ഡി സൈലൻ്റ് ആയിരിക്കും. ഹി യൂസ് ടു ഗോ ഔട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആഫ്റ്റർ വർക്ക്. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തേക്ക് പോകുമായിരുന്നു. ആൻഡ് വുഡിൻറ്റ് കം ബാക്ക് അൻറ്റിൽ ലേറ്റ് അറ്റ് നൈറ്റ്. അൻറ്റിൽ എന്നാൽ അതുവരെ എന്നുള്ള അർത്ഥമാണ്. രാത്രി വൈകുന്നതുവരെ അദ്ദേഹം വീട്ടിലേക്ക് വരുമായിരുന്നില്ല. സംടൈംസ് ചിലപ്പോഴൊക്കെ, ചില സമയങ്ങളിൽ. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ വി വെൻ ടു പാർട്ടീസ് ഞങ്ങൾ പാർട്ടിക്ക് പോകുമ്പോൾ, എന്തെങ്കിലും പരിപാടിയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ, ചില സമയങ്ങളിൽ, അപ്പോഴൊക്കെ. ഹി വുഡ് ഇൻസൾട്ട് മീ. അദ്ദേഹം എന്നെ ഇൻസൾട്ട് എന്ന് അപമാനിക്കുക. ഹി വുഡ് ഇൻസൾട്ട് മീ. അദ്ദേഹം എന്നെ അപമാനിക്കുമായിരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച്. ഹി മെയ്ഡ് മീ ഫീൽ സ്മോൾ. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കാരണം എനിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ഞാൻ മറ്റുള്ളവരെക്കാൾ താഴ്ന്നവളാണെന്ന് തോന്നുകയും ചെയ്തു. മേക്ക് സമ്മൺ ഫീൽ സ്മോൾ ഇതിനർത്ഥം ഒരാളെ വില കുറഞ്ഞവനായി തോന്നിക്കുക എന്നുള്ള അർത്ഥമാണ്. അപമാനിതനായി തോന്നിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഫെൽറ്റ് അലോൺ. എനിക്ക് ഏകാന്തത അനുഭവപ്പെട്ടു. ഈവൻ എന്നാൽ ആ സമയത്ത് പോലും. ഈവൻ വെൻ ഐ വാസ് വിത്ത് ഹിം. ഫെൽറ്റ് അലോൺ എന്നാൽ ഏകാന്തത അനുഭവപ്പെട്ടു, ഒറ്റപ്പെട്ടതായി തോന്നി. ഈവൻ വെൻ ഐ വാസ് വിത്ത് ഹിം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നപ്പോൾ പോലും എനിക്ക് ഏകാന്തത അനുഭവപ്പെട്ടു. ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചു. ഐ ട്രൈഡ് ടു ടോക്ക് ടു ഹിം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹീ നെവർ ലിസൺഡ് അദ്ദേഹം ഒരിക്കലും എന്നെ ശ്രദ്ധിച്ചില്ല. ഹീ ഡ്രാങ്ക് ആൽക്കഹോൾ എവറി ഡേ അദ്ദേഹം ദിവസവും മദ്യം കുടിക്കാറുണ്ടായിരുന്നു. ഐ കുഡിൻറ്റ് ടേക്ക് ഇറ്റ് എനിമോർ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പ്രശ്നമോ വേദനയോ ബുദ്ധിമുട്ടോ വളരെ അധികമാകുമ്പോൾ ഇനി അത് സഹിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, അതാണ് ഐ കുഡിൻറ്റ് ടേക്ക് ഇറ്റ് എനിമോർ. സോ ആയതുകൊണ്ട് ഐ മെയ്ഡ് ദ ഡിസിഷൻ ടു ലീവ്. ഡിസിഷൻ എന്നാൽ തീരുമാനം. മെയ്ഡ് ദ ഡിസിഷൻ എന്നാൽ തീരുമാനമെടുത്തു. ടു ലീവ് എന്നാൽ ഉപേക്ഷിക്കാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇറ്റ് വാസ് ഹാർഡ് അത് പ്രയാസകരമായിരുന്നു. ബട്ട് ഐ ന്യൂ ഇറ്റ് വാസ് ദ റൈറ്റ് തിങ് ടു ഡു
പക്ഷെ ഞാൻ ചെയ്യുന്നത് ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. റൈറ്റ് തിങ് എന്നാൽ ശരിയായ കാര്യം. ഐ ന്യൂ എന്നാൽ എനിക്ക് അറിയാമായിരുന്നു. ദാറ്റ് വാസ് 8 months ago. അത് 8 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. നൗ ഇപ്പോൾ ഐ ഹാവ് എ ജോബ്. എനിക്കൊരു ജോലിയുണ്ട്. ഐ ഹാവ് എ ജോബ് ആൻഡ് എ സ്മോൾ അപ്പാർട്ട്മെൻറ്റ് ടു ലിവ് ഇൻ. ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്. താമസിക്കാൻ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റുമുണ്ട്. ലിവ് ഇൻ എന്നാൽ താമസിക്കുക എന്നുള്ള അർത്ഥമാണ്. താമസിക്കുക, ജീവിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് ക്വയറ്റ് അൻറ്റിൽ ദാറ്റ് നൈറ്റ്. അൻറ്റിൽ എന്നാൽ അതുവരെ എന്നുള്ള അർത്ഥം. അൻറ്റിൽ ദാറ്റ് നൈറ്റ് എന്നാൽ ആ രാത്രി വരെ. സിമ്പിൾ എന്നാൽ ലളിതമായ, ക്വയറ്റ് എന്നാൽ ശാന്തമായ. അൻറ്റിൽ ദാറ്റ് നൈറ്റ് ആ രാത്രി വരെ. ആ രാത്രി വരെ എൻ്റെ ജീവിതം ലളിതവും ശാന്തവുമായിരുന്നു. ഇറ്റ് വാസ് എ ഫ്രൈഡേ ഈവനിങ്. അതൊരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരമായിരുന്നു. ഐ കെയിം ഹോം. ഞാൻ വീട്ടിലേക്ക് വന്നു. ഫ്രം വർക്ക്. ജോലിസ്ഥലത്തു നിന്നും. ഫീലിംഗ് ടയേർഡ്. ക്ഷീണിച്ചുകൊണ്ട് ഞാൻ ജോലിസ്ഥലത്ത് നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരമായിരുന്നു. ഐ മേഡ് എ ടീ. ഞാൻ ഒരു ചായ ഉണ്ടാക്കി. ചേഞ്ച്ഡ് ഇൻ ടു മൈ പജാമ. പജാമ എന്നാൽ അയഞ്ഞ മേൽക്കുപ്പായം എന്നുള്ള അർത്ഥമാണ്. ഞാൻ പജാമ ധരിച്ചു. ഞാൻ എൻ്റെ പജാമ ധരിച്ചു. ആൻഡ് ടേൺഡ് ഓൺ ടെലിവിഷൻ. ഞാൻ ടി വി ഓൺ ചെയ്തു. ദെൻ ഐ ഹേർഡ് ഇറ്റ് നോക്ക്. ശേഷം ഞാൻ ഒരു ശബ്ദം കേട്ടു. ഹേർഡ് എന്നാൽ കേട്ടു. നോക്ക് എന്നാൽ മുട്ടുന്ന ശബ്ദം. ഞാൻ ഒരു മുട്ട് കേട്ടു. നോക്ക്. അറ്റ് ഫസ്റ്റ് ആദ്യം. ഇറ്റ് വാസ് സോഫ്റ്റ്. അത് മൃദുലമായതായിരുന്നു. ഐ ഇഗ്നോർഡ് ഇറ്റ്. ഞാൻ അത് അവഗണിച്ചു. ഇഗ്നോർ എന്നാൽ അവഗണിക്കുക. ഐ ഇഗ്നോർഡ് ഇറ്റ്. ഞാൻ ആ മുട്ട് അവഗണിച്ചു. മേ ബി ഒരു പക്ഷേ, ചിലപ്പോൾ. സമ്മൺ ഗോട്ട് ദ റോങ് ഡോർ. ഒരു പക്ഷേ ആരെങ്കിലും തെറ്റായ വാതിലിന് മുന്നിലെത്തിയതായിരിക്കാം. മേ ബി എന്നാൽ ഒരു പക്ഷേ. സമ്മൺ എന്നാൽ ഒരാൾ. റോങ് ഡോർ എന്നാൽ തെറ്റായ വാതിൽ. ബട്ട് എന്നാൽ. ദെൻ ഇറ്റ് ഹാപ്പൻഡ് അഗെയിൻ. പിന്നീട് അത് വീണ്ടും സംഭവിച്ചു. ആ മുട്ട് വീണ്ടും കേട്ടു. അഗെയിൻ എന്നാൽ വീണ്ടും. ഹാപ്പൻഡ് എന്നാൽ സംഭവിച്ചു. ആ മുട്ട് വീണ്ടും കേട്ടു എന്നുള്ള അർത്ഥമാണ്. ബാങ്. ബാങ്. ബാങ് എന്നാൽ ഉറക്കെയുള്ള അടി എന്നുള്ള അർത്ഥമാണ്. ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു പോയി. ഐ ഡിഡിൻറ്റ് എക്സ്പെക്റ്റ് എനി വൺ. എക്സ്പെക്റ്റ് എന്നാൽ പ്രതീക്ഷിക്കുക. ഞാൻ ഒരാളെയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഐ ഡിഡിൻറ്റ് എക്സ്പെക്റ്റ് എനി വൺ. ഞാൻ ഒരാളെയും ആ നേരത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഐ വാസിൻ വെയിറ്റിംഗ് ഫോർ എ വിസിറ്റർ. വിസിറ്റർ എന്നാൽ സന്ദർശകൻ. ഞാൻ ഒരു സന്ദർശകനെ കാത്തിരിക്കുകയല്ലായിരുന്നു. സ്ലോലി സാവധാനം. ഐ വോക്ക്ഡ്. ഞാൻ നടന്നു. ഐ വോക്ക്ഡ് ടു ദ ഡോർ. ഞാൻ വാതിലിന് അടുത്തേക്ക് നടന്നു. ആൻഡ് ലുക്ക്ഡ്. ഞാൻ നോക്കി. ത്രൂ. ത്രൂ എന്നാൽ അതിലൂടെ. ത്രൂ ദ പീപ്പ് ഹോൾ. പീപ്പ് ഹോൾ എന്നാൽ ചെറുദ്വാരം എന്നുള്ള അർത്ഥമാണ്. പുറത്ത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാതിലിന് ഇട്ടിട്ടുള്ള ദ്വാരം, അതാണ്. അതിനുള്ളിലൂടെ ഞാൻ നോക്കി. മൈ ഹാർട്ട് സ്റ്റോപ്ഡ് ബീറ്റിംഗ്. എൻ്റെ ഹൃദയം നിലച്ചുപോയി. ഇറ്റ് വാസ് ഡിലൻ. അത് ഡിലൻ ആയിരുന്നു. മൈ എക്സ് ഹസ്ബൻഡ്. എൻ്റെ മുൻ ഭർത്താവായിട്ടുള്ള ഡിലൻ ആയിരുന്നു അത്. വി ഹാഡ് ബീൻ അപ്പാർട്ട് ഫോർ 8 months. അപ്പാർട്ട് എന്നാൽ ഇവിടെ അകന്ന് കഴിയുക എന്നുള്ള അർത്ഥമാണ്. 8 മാസത്തോളമായിട്ട് ഞങ്ങൾ അകന്ന് കഴിയുകയായിരുന്നു. ഐ ലെഫ്റ്റ് ഹിം. ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ബിക്കോസ് കാരണം. ബിക്കോസ് ഓഫ് ഹിസ് ആങ്കർ. അദ്ദേഹത്തിൻ്റെ ദേഷ്യം കാരണം, അദ്ദേഹത്തിൻ്റെ കോപമുള്ള സ്വഭാവം കാരണം അദ്ദേഹത്തെ ഞാൻ ഉപേക്ഷിച്ചു. ഹി ഷൗട്ടഡ് അറ്റ് മീ. അദ്ദേഹം എന്നോട് ആക്രോശിച്ചിരുന്നു. ഷൗട്ട് എന്നാൽ ആക്രോശിക്കുക. ഹി ബ്രോക്ക് തിങ്സ്. അദ്ദേഹം വസ്തുക്കൾ തകർത്തിരുന്നു. സംടൈംസ് ചില സമയങ്ങളിൽ. ഹി സ്കേർഡ് മീ. അദ്ദേഹം എന്നെ ഭയപ്പെടുത്തിയിരുന്നു. സ്കേർ എന്നാൽ ഭയപ്പെടുത്തുക. സ്കേർഡ് മീ എന്നെ ഭയപ്പെടുത്തിയിരുന്നു. ഹി സ്കേർഡ് മീ അദ്ദേഹം എന്നെ ഭയപ്പെടുത്തിയിരുന്നു. ബട്ട് എന്നാൽ. ഐ നെവർ തോട്ട് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഹി വുഡ് കം ബാക്ക് ലൈക്ക് ദിസ്. ലൈക്ക് ദിസ് എന്നാൽ ഇതുപോലെ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ബട്ട് ഐ നെവർ തോട്ട് ഹി വുഡ് കം ബാക്ക് ലൈക്ക് ദിസ്. കം ബാക്ക് എന്നാൽ തിരിച്ചു വരിക. ലൈക്ക് ദിസ് എന്നാൽ ഇതുപോലെ, ഇങ്ങനെ. ഐ ഓപ്പൺ ദ ഡോർ ജസ്റ്റ് എ ലിറ്റിൽ. ഞാൻ വാതിൽ അല്പം മാത്രം തുറന്നു. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ. നിങ്ങൾ എന്തിനാണ് വന്നത്, എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഇതൊക്കെയാണ് അർത്ഥം. ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു. ഹി സ്മൈൽഡ് അദ്ദേഹം പുഞ്ചിരിച്ചു. ബട്ട് എന്നാൽ. ഹിസ് ഐസ് വർ കോൾഡ്. ഐസ് വർ കോൾഡ് ഇതിനർത്ഥം കണ്ണുകളിൽ സ്നേഹമില്ലായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം പുഞ്ചിരിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ യാതൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ല.
ഐ മിസ് യു ഗ്രേസ് ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, ഗ്രേസ്, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു. ക്യാൻ വി ടോക്ക്, നമുക്ക് സംസാരിച്ചാലോ? ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഡിലൻ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു, നിന്നോട് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പ്ലീസ് ഗോ, ദയവായി പോകൂ. ഡിലൻ സെഡ്, ഡിലൻ പറഞ്ഞു. ജസ്റ്റ് 5 minutes ഗ്രേസ്, ഗ്രേസ്, വെറും 5 മിനിറ്റ്. പ്ലീസ് ലെറ്റ് മീ ഇൻസൈഡ്, എന്നെ അകത്തേക്ക് വരാൻ അനുവദിക്കൂ. വി ക്യാൻ ഫിക്സ് ദിസ്, നമ്മുടെ ഇടയിലുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അതാണ് ഇവിടെ ഫിക്സ് എന്നതിന് പരിഹരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ദർ ഈസ് നത്തിങ് ടു ഫിക്സ്, ദർ ഈസ് നത്തിങ്, ഒന്നുമില്ല, ടു ഫിക്സ്, നമ്മുടെ ഇടയിൽ പരിഹരിക്കാൻ ഒന്നുമില്ല. യു ആൻഡ് മീ, ഇറ്റ്സ് ഓവർ, നീയും ഞാനും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ഇറ്റ്സ് ഓവർ എന്നുള്ള ഇവിടെ അർത്ഥം ബന്ധം അവസാനിച്ചു എന്നുള്ള അർത്ഥം. യു ആൻഡ് മീ, നീയും ഞാനും. ദർ ഈസ് നത്തിങ് ടു ഫിക്സ്, ശരിയാക്കാൻ ഇനി ഒന്നുമില്ല. ദെൻ ഹിസ് വോയിസ് ചേഞ്ച്ഡ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വരം മാറി. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കൂ. ഗ്രേസ്, നോ, ഇപ്പോൾ തന്നെ വാതിൽ തുറക്കൂ. ഐ സെഡ്, ഞാൻ പറഞ്ഞു. നോ, ഇല്ല. ഐ വോണ്ട്, ഞാൻ തുറക്കുകയില്ല. ഐ ബിഗാൻ ടു ക്ലോസ് ദ ഡോർ, ഞാൻ വാതിൽ അടക്കാൻ തുടങ്ങി. സഡൻലി, പെട്ടെന്ന്. ഹി പുഷ്ഡ് ദ ഡോർ ഹാർഡ്, അദ്ദേഹം ശക്തിയായി വാതിൽ തള്ളി. ബട്ട് എന്നാൽ, ഐ ലോക്ക്ഡ് ഇറ്റ് ഫാസ്റ്റ്, ഞാൻ വേഗത്തിൽ വാതിൽ ലോക്ക് ചെയ്തു. ഐ ഹേർഡ് ഹിം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടു. ഐ ഹേർഡ് ഹിം എന്നാൽ അദ്ദേഹത്തെ കേട്ടു. ഔട്ട്സൈഡ്, പുറത്തുനിന്നു. ഹി വാസ് യെല്ലിങ്, യെൽ എന്നുള്ള അർത്ഥം ആക്രോശിക്കുക എന്നുള്ള അർത്ഥമാണ്, അലറുക. ഹി വാസ് യെല്ലിങ്, അദ്ദേഹം അലറുകയായിരുന്നു. യു കാൺ ഡു ദിസ്, നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. യു ആർ മൈ വൈഫ്, നീ എൻ്റെ ഭാര്യയാണ്. അദ്ദേഹം പുറത്തു നിന്നും ആക്രോശിച്ചു. ഹി കിക്ക്ഡ് ദ ഡോർ അഗൈൻ, അഗൈൻ എന്നാൽ വീണ്ടും, കിക്ക്ഡ് എന്നാൽ ചവിട്ടി. അദ്ദേഹം വീണ്ടും വാതിലിൽ ചവിട്ടി. ഐ സ്റ്റെപ്ഡ് ബാക്ക്, ഞാൻ ഒരു അടി പിന്നോട്ട് വച്ചു. മൈ ഹാൻഡ്സ് വർ ഷേക്കിംഗ്, എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഐ കുഡ് നോട്ട് ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ സാധിച്ചില്ല. കുഡ് നോട്ട് എന്നാൽ സാധിച്ചില്ല, ബ്രീത്ത് എന്നാൽ ശ്വസിക്കുക. ഐ കുഡ് നോട്ട് ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ സാധിച്ചില്ല. ഐ കോൾഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിച്ചു. ഡിലൻ ഈസ് ഹിയർ, ഡിലൻ ഇവിടെയുണ്ട്. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഹി ഈസ് വെരി ആംഗ്രി, അദ്ദേഹം വളരെ ദേഷ്യത്തിലാണ്. ഐ ആം സ്കേർഡ്, എനിക്ക് ഭയം തോന്നുന്നു. ഷീ സെഡ്, അവൾ പറഞ്ഞു. കോൾ ദ പോലീസ്, പോലീസിനെ വിളിക്കൂ. ഡു ഇറ്റ് നൗ, ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കൂ. മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്, എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. ഐ കോൾഡ് ദ പോലീസ്, ഞാൻ പോലീസിനെ വിളിച്ചു. പ്ലീസ് ഹെൽപ്പ്, ദയവായി സഹായിക്കൂ. ഐ ടോൾഡ് ദ പോലീസ്, ഞാൻ പോലീസിനോട് പറഞ്ഞു. മൈ എക്സ് ഹസ്ബൻഡ് ഈസ് ട്രൈങ് ടു ഗെറ്റ് ഇൻസൈഡ് മൈ ഹൗസ്, മൈ എക്സ് ഹസ്ബൻഡ്, എൻ്റെ മുൻ ഭർത്താവ്, ഈസ് ട്രൈങ്, ശ്രമിക്കുന്നു, ടു ഗെറ്റ് ഇൻസൈഡ് മൈ ഹൗസ്, എൻ്റെ വീടിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ മുൻ ഭർത്താവ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ദയവായി എന്നെ സഹായിക്കൂ, ഞാൻ പോലീസിനോട് പറഞ്ഞു. ദ വുമൺ ഓൺ ദ ഫോൺ സെഡ്, അപ്പുറത്ത് ഫോൺ എടുത്ത ആ സ്ത്രീ, വുമൺ എന്നാൽ സ്ത്രീ, ആ വനിതാ പോലീസ് പറഞ്ഞു. സ്റ്റേ ഇൻസൈഡ്, അകത്തിരിക്കൂ. വി ആർ സെൻഡിങ് സംവൺ എന്നാൽ ഒരാൾ. വി ആർ സെൻഡിങ്, ഞങ്ങൾ അയക്കുന്നു. സംവൺ, ഞങ്ങൾ ഒരാളെ അയക്കുന്നുണ്ട്. ഐ സാറ്റ് ഓൺ ദ ഫ്ലോർ, ഞാൻ തറയിൽ ഇരുന്നു. ഹോൾഡിങ് മൈ ഫോൺ ടൈറ്റ്, ടൈറ്റ് എന്നാൽ ശക്തിയായി എൻ്റെ ഫോൺ പിടിച്ചുകൊണ്ട് ഞാൻ തറയിൽ ഇരുന്നു. മൈ മൈൻഡ് വാസ് ഫുൾ ഓഫ് മെമ്മറീസ്, എൻ്റെ മനസ്സിൽ മുഴുവൻ ഓർമ്മകളായിരുന്നു. ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ സ്വരം, അദ്ദേഹത്തിൻ്റെ ശബ്ദം. വെൻ ഹി വാസ് കൈൻഡ്, വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ഹി വാസ് കൈൻഡ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനുകമ്പയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഹിസ് ലാഫ്, അദ്ദേഹത്തിൻ്റെ ചിരി. വെൻ ഹി സ്മൈൽഡ്, അദ്ദേഹം പുഞ്ചിരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിരി. അദ്ദേഹം നല്ല ദയുള്ള വ്യക്തിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഇതൊക്കെ ഞാൻ ഓർത്തു. ബട്ട് എന്നാൽ ദോസ് ഗുഡ് ടൈംസ്, ആ നല്ല സമയങ്ങൾ, വേർ ഗോൺ, ആ നല്ല സമയങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നൗ, ഇപ്പോൾ. നൗ ഹി വാസ് എ സ്ട്രേഞ്ചർ എന്നാൽ അപരിചിതൻ. ഇപ്പോൾ അദ്ദേഹം ഒരു അപരിചിതനാണ്. എ ഡേഞ്ചറസ് വൺ, ഒരു അപകടകാരിയായ വ്യക്തി. 10 minutes പാസ്റ്റ്, 10 മിനിറ്റ് കടന്നുപോയി. ശേഷം. ഐ ഹേർഡ് എ വോയിസ് ഔട്ട്സൈഡ്, ശേഷം ഞാൻ പുറത്തൊരു ശബ്ദം കേട്ടു. ഐ ഹേർഡ് എന്നാൽ ഞാൻ കേട്ടു. സ്റ്റെപ്പ് അവേ ഫ്രം ദ ഡോർ,
സ്റ്റെപ്പ് അവേ എന്നാൽ നടന്നു നീങ്ങുക, ചുവട് മാറുക, ഇതൊക്കെയാണ് അർത്ഥം. വാതിലിൽ നിന്നും മാറൂ, വാതിലിൽ നിന്നും നടന്നു നീങ്ങൂ. ദ പോലീസ് ഹാഡ് അറൈവ്ഡ്. പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഡിലൻ ഡിഡിൻറ്റ് വാണ്ട് ടു ഗോ. ഡിലൻ പോകാൻ താൽപ്പര്യപ്പെട്ടില്ല. ഹി ഷൗട്ടഡ് അഗെയിൻ. അദ്ദേഹം വീണ്ടും ആക്രോശിച്ചു. ഷീ ബിലോങ്സ് വിത്ത് മീ. അവൾ എൻ്റേതാണ്. ബിലോങ്സ് വിത്ത് മീ എന്നാൽ എൻ്റെ കൂടെ ആയിരിക്കണം, എൻ്റേതാണ്, ഇതൊക്കെയാണ് അർത്ഥം. ഷീസ് മൈ വൈഫ്. അവൾ എൻ്റെ ഭാര്യയാണ്. ബട്ട് ദ പോലീസ് ഓഫീസർ സെഡ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നോ മീൻസ് നോ. യു നീഡ് ടു ലീവ് റൈറ്റ് നൗ. റൈറ്റ് നൗ എന്നാൽ ഇപ്പോൾ തന്നെ. യു നീഡ് ടു ലീവ് എന്നാൽ നീ പോകേണ്ടതുണ്ട്, നീ പോകണം, അതാണ് അർത്ഥം. ലീവ് എന്നാൽ പോകുക. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോകണം. അറ്റ് ലാസ്റ്റ്, അവസാനം, ഡിലൻ ലെഫ്റ്റ്. ഡിലൻ അവിടെ നിന്നും പോയി. മൈ ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഐ ഡിഡിൻറ്റ് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ദാറ്റ് നൈറ്റ് എന്നാൽ അന്ന് രാത്രി. ഐ ഡിഡിൻറ്റ് സ്ലീപ്പ്, ഞാൻ ഉറങ്ങിയില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഐ സാറ്റ് വിത്ത് ദ ലൈറ്റ്സ് ഓൺ. ഞാൻ ലൈറ്റുകൾ ഓണാക്കി ഇരുന്നു. സാറ്റ് എന്നാൽ ഇരുന്നു. വിത്ത് ദ ലൈറ്റ്സ് ഓൺ എന്നാൽ ലൈറ്റുകൾ ഓണാക്കിക്കൊണ്ട്. ലിസണിങ് ടു എവറി സൗണ്ട്. ലിസണിങ് ടു എവറി സൗണ്ട് എന്നാൽ ഓരോ ശബ്ദവും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട്. ഞാൻ ലൈറ്റുകൾ ഓണാക്കി ഇരുന്നു കൊണ്ട് ഓരോ ശബ്ദവും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. വാസ് ഹി കമ്മിങ് ബാക്ക്. വാസ് ഹി കമ്മിങ് ബാക്ക്. അദ്ദേഹം തിരിച്ചു വരികയായിരുന്നു. വാസ് ഹി വെയിറ്റിംഗ് ഫോർ മീ. അദ്ദേഹം എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ലൂസിങ് മൈ മൈൻഡ്. ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് ഇതുപോലെ തോന്നി. ഐ വാസ് ലൂസിങ് മൈ മൈൻഡ് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്നത് പോലെ തോന്നി. ലൂസിങ് മൈ മൈൻഡ് എന്നാൽ ഇവിടെ അർത്ഥം വളരെ അധികം ഭയപ്പെടുകയോ ആശയക്കുഴപ്പത്തിലാകുകയോ ചെയ്തതുകൊണ്ട് മാനസികമായി തളർന്നു പോകുന്നത് പോലെ തോന്നുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ലൂസിങ് മൈ മൈൻഡ്. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, ഐ ചേഞ്ച്ഡ് ദ ലോക്സ്. ഞാൻ ലോക്കുകൾ മാറ്റി. ഐ ബോട്ട്, ഞാൻ വാങ്ങിച്ചു. ഐ ബോട്ട് എ സ്മോൾ അലാം. ഞാൻ ഒരു ചെറിയ അലാറം വാങ്ങിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ വാതിലിൻ്റെ പൂട്ടുകൾ മാറ്റി. ഞാൻ ഒരു ചെറിയ അലാറം വാങ്ങിച്ചു. ഐ ടോൾഡ് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, യു ആർ സേഫ് നൗ. നീ ഇപ്പോൾ സുരക്ഷിതയാണ്. യു ആർ സ്ട്രോങ്. നീ ശക്തിയുള്ളവളാണ്, നീ കഴിവുള്ളവളാണ്, നീ ഇപ്പോൾ സുരക്ഷിതയാണ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ബട്ട് ഈവൻ നൗ, എന്നാൽ ഇപ്പോഴും, ഇപ്പോൾ പോലും, ഐ റിമെമ്പർ, ഞാൻ ഓർമ്മിക്കുന്നു, ഹൗ ഹി നോക്ക്ഡ്, അദ്ദേഹം എങ്ങനെയാണ് വാതിലിൽ മുട്ടിയത്. ഹൗ ഹി നോക്ക്ഡ്. ഹൗ ഹി സ്റ്റേഡ്, അദ്ദേഹം എങ്ങനെയാണ് എന്നെ തുറിച്ചു നോക്കിയത്. ഹൗ ഹി സെഡ്, എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ജസ്റ്റ് 5 minutes, 5 മിനിറ്റ് മാത്രം. ദാറ്റ് നൈറ്റ്, ആ രാത്രി. ദാറ്റ് നൈറ്റ് ചേഞ്ച്ഡ് മീ, ആ രാത്രി എന്നെ മാറ്റിമറിച്ചു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം വാതിലിൽ മുട്ടിയതും എങ്ങനെയാണ് അദ്ദേഹം എന്നെ തുറിച്ചു നോക്കിയതെന്നും വെറും 5 മിനിറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. ആ രാത്രി എന്നെ മാറ്റിമറിച്ചു. ഐ യൂസ് ടു ബി ക്വയറ്റ്, ഞാൻ മുമ്പ് അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അഫ്രൈഡ് ടു സ്പീക്ക്, സംസാരിക്കാൻ ഭയമായിരുന്നു. നൗ, ഇപ്പോൾ. നൗ ഐ സ്പീക്ക്, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു. ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുന്നു. ഞാൻ മുമ്പ് ശാന്ത സ്വഭാവക്കാരിയായിരുന്നു. സംസാരിക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഇപ്പോൾ ഞാൻ തുറന്ന് സംസാരിക്കുന്നു. ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുന്നു. സം പീപ്പിൾ സെഡ്, ചില ആളുകൾ പറഞ്ഞു, ഹി ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക്. ചില ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന് വെറുതെ സംസാരിക്കാൻ മാത്രമായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്. ബട്ട് എന്നാൽ ദേ ഡിഡിൻറ്റ് ഹിയർ ഹിസ് വോയിസ്, പക്ഷേ അവർ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. ഡിഡിൻറ്റ് ഹിയർ എന്നാൽ കേട്ടിട്ടില്ല, ഹിസ് വോയിസ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. ദേ ഡിഡിൻറ്റ് സീ, അവർ കണ്ടിട്ടില്ല. ദേ ഡിഡിൻറ്റ് സീ ഹിസ് ഐസ്, അവർ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ടിട്ടില്ല. ഐ ഡിഡ്, ഞാൻ ചെയ്തു. ഇവിടെ ഐ ഡിഡ് എന്നതിന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, ഇതൊക്കെ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്, അതാണ് അർത്ഥം. ഐ ഡിഡ്. ഹി സ്കേർഡ് മീ, അദ്ദേഹം എന്നെ ഭയപ്പെടുത്തിയിരുന്നു. ബട്ട് പക്ഷേ ഐ വിൽ നോട്ട് ലിവ് ഇൻ ഫിയർ. ഐ വിൽ നോട്ട് ലിവ് ഇൻ ഫിയർ എന്നാൽ ഞാൻ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കില്ല എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം എന്നെ ഭയപ്പെടുത്തി, പക്ഷെ ഞാൻ ഭയത്തിൽ ജീവിക്കുകയില്ല. ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കുകയില്ല. ഐ വിൽ നോട്ട് ലിവ് ഇൻ ഫിയർ. ഇഫ് സമ്മൺ സ്കെയർസ് യു, ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തിയാൽ,
സ്റ്റാൻഡപ്പ് ഫോർ യുവർ സെൽഫ്. സ്റ്റാൻഡപ്പ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ നിലകൊള്ളുക. നിങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുക. ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ്സ് ഓക്കെ. അതിൽ തെറ്റില്ല. അത് ചെയ്യുന്നതിൽ തെറ്റില്ല. ടു ആസ്ക് ഫോർ ഹെൽപ്പ്. സഹായം തേടുന്നതിൽ തെറ്റില്ല. സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല. ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. സഹായം ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിൽ തെറ്റില്ല. വെൻ യു നീഡ് ഇറ്റ്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ യു നീഡ് ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്. സഹായം ആവശ്യമുള്ള സമയത്ത്. നിങ്ങളെ ആരെങ്കിലും ഭയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ നിലകൊള്ളുക. കൂടാതെ ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഓർക്കുക.